ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മെക് അറീന എന്ന ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മെക് അറീനയുടെ ഏറ്റവും പുതിയ ഇവൻ്റായ സ്പെഷ്യൽ ഇവന്റ് ഏജ് ഓഫ് ഹീറോസ് എന്ന ഇവന്റിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ബ്ലോക്ക് ഹോൺ എന്ന മെക്കിനെ കുറിച്ചാണ്. ബ്ലോക്ക് ഹോൺ ഒരു ലെജൻഡറി ടാഗ് മെക്കാണ്. ഇതിന് 32 എനർജി കപ്പാസിറ്റിയാണ്. മെക് അറീനയിൽ ആദ്യമായിട്ടാണ് 32 എനർജി കപ്പാസിറ്റി ഉള്ള ഒരു ടാഗ് മെക്കിനെ കാണുന്നത്. ഈ മെക്കിന്റെ HP എന്നത് 2,27,300 HP ആണുള്ളത്. ഈ HP എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. മോനെ ഞാൻ വിചാരിച്ചു ബാസ്റ്റിനെക്കാളും HP ഉള്ള ഒരു മെക്കായിരിക്കും. എന്നാൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിന് ബ്രിക്കൗസിൻ്റെ HP പോലും ഒരു കൊടുത്ത് 2,41,500 HP ഉള്ള ബ്രിക്കൗസിൻ്റെ HP നോക്കും. ഇത്ര HP പോലും ഇവർ കൊടുത്തിട്ട് അത് മോശമായിരിക്കും. അതെന്തായാലും ഒരു ടാങ്ക് മെക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു HP തന്നെ കൊടുക്കേണ്ടതാണ്. എന്നാലും ഇവർ വേണ്ടത്ര HP കൊടുത്തിട്ട് എന്നാൽ HP മോശമൊന്നുമല്ല. ഒരു ഗെയിം ക്രാഷറിൻ്റെ HP ഉണ്ട്, അത് മതിയാവും. എന്തായാലും നമ്മൾ ഈ HP-ൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെക്കിനെ പൂജിക്കാൻ പാടില്ല. എന്തായാലും നമുക്ക് ബാക്കി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പിന്നെ ഇതിൻ്റെ സ്പീഡാണ് 19 km/h വേഗതയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്റിനലിൻ്റെ വേഗതയാണ് ഇതിനുള്ളത്. ഈ മെക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എബിലിറ്റിയാണ്. ബാരിക്കേഡ് എന്നാണ് ഇതിൻ്റെ എബിലിറ്റിൻ്റെ പേര്. ഇതൊരു ഷീൽഡാണ്. ഇതൊരു സ്റ്റേഷനറി ആയിട്ടുള്ള ഷീൽഡാണ്. കാരണം ഈ ഒരു മെക്ക് ഈ എബിലിറ്റി ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഷീൽഡ് വരുന്നതായിരിക്കും. ഇത് നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഏറീസിലെ വൈറ്റ് ഷീൽഡ് അതുപോലെ ഇരിക്കുന്ന നമ്മുടെ പാൻഡോറിന്റെ സ്റ്റാറ്റസ് ബെയറർ പോലെ ഒരു മൂലക്കിരിക്കുന്ന, അല്ലെങ്കിൽ ഏജീസിന്റെ ഡോം ഷീൽഡ് പോലെ ഒരു മൂലക്കിരിക്കുന്ന ഒരു ഷീൽഡാണ്. പിന്നെ ഈ ബാരിക്കേഡിന്റെ ഡ്യൂറബിലിറ്റിയാണ്. ഇതിന് 5 ലക്ഷം ഡാമേജ് വരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂറബിലിറ്റിയാണുള്ളത്. ഇത് ഭയങ്കര അമേസിങ്ങോ ഇൻസൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കുക. നമ്മുടെ ഏജീസിനെ, നിങ്ങൾക്ക് ഏജീസിൻ്റെ കാര്യത്തിൽ തന്നെ മനസ്സിലാവും. ഇതാണ് ഏജീസിൻ്റെ ഡ്യൂറബിലിറ്റി. നോക്ക്, 7,50,000 ഡാമേജ് വരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂറബിലിറ്റി ഉള്ള ഷീൽഡാണ് ഏജീസിനുണ്ട്. അപ്പം എന്തായാലും ഈ ബ്ലോക്ക് ഓണൊന്നും ഒന്നുമല്ല. അപ്പോൾ എന്തായാലും പറഞ്ഞതേ ഉള്ളൂ, ബ്ലോക്ക് ഹോൺ എന്തായാലും നൈസ് മെക്കാണ്. പിന്നെ ഈ ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു തരം ഓവർ ചാർജ് പോലത്തെ ഒരു ചാർജിങ് എഫക്റ്റ് ഉണ്ടാവും മെക്കിന്. നമ്മുടെ ബ്രിക്കൗസിനെ പോലെ ഒരു ഓവർ ചാർജിങ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഡാമേജ് എന്ന് പറഞ്ഞാൽ 30% ഡാമേജ് മോർ കൊടുക്കുന്നതായി. ഇവിടെ ബ്രിക്കൗസ് സ്റ്റാക്കർ എബിലിറ്റി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുക. അപ്പോൾ ഈ ഷീൽഡും ആക്ടിവേറ്റ് ആവും. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഓവർ ചാർജ് എബിലിറ്റി പോലത്തെ ഒരു ഇതും ചാർജിങ് എഫക്റ്റ് മെക്കിനും ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ മെക്കിനെ ഇത്രയൊക്കെ പറഞ്ഞതല്ല, ഈ മെക്കിനെ കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മെക്കിന് ഭീഷണിയാവാൻ ചാൻസ് ഉള്ള മെക്കിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ആദ്യത്തത് നമ്മുടെ ഗാർഡിയനാണ്. കാരണം ഗാർഡിയൻ്റെ സിസ്റ്റം ക്രാഷ് ഫീച്ചർ ഇതുവരെ മെക് അറീനയുടെ ചരിത്രത്തിലുള്ള എല്ലാ ടാങ്ക്സിനെയും സിസ്റ്റം ക്രാഷ് ചെയ്ത് കൊല്ലാൻ പറ്റും ഗാർഡിയൻ. ഇതുവരെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ നടക്കാനാണ് ചാൻസ്. എനിക്കത് ഉറപ്പാണ്. ഗാർഡിയൻ ഏജീസിനെ വരെ ശരിക്കും ഏജീസ് ആയാലും ബാസ്റ്റ്യൻ ആയാലും ഒക്കെ സിസ്റ്റം ക്രാഷ് ചെയ്ത് കൊല്ലുന്ന ഗാർഡിയൻ എന്തായാലും നമ്മുടെ ബ്ലോക്ക് ഹോണിനും ഭീഷണി തന്നെയായിരിക്കും. കാരണം സിസ്റ്റം ക്രാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരൊക്കെ അപ്രത്യക്ഷമായി പോകുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഓവർ ചാർജ് അപ്രത്യക്ഷമായി പോകുന്നതായിരിക്കും. എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും ഇത് നടക്കും. പിന്നെ ബ്ലോക്ക് ഹോണിൻ്റെ മറ്റ് 2 ഭീഷണി എന്നത് ഒന്ന് നമ്മുടെ സർജ് ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം സർജിന് ഡാഷ് ചെയ്ത് കാണാൻ കഴിയും. എന്നിട്ട് ഈ പറയുന്ന ബ്ലോക്ക് ഹോണിന് പണി കൊടുക്കുന്നതായിരിക്കും. അപ്പോഴേക്ക് ബ്ലോക്ക് ഹോണിൻ്റെ ഷീൽഡും കടന്നിട്ട് ബ്ലോക്ക് ഹോണിനെ പോയി സ്റ്റണ്ടാക്കിയിട്ട് കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ നോമഡാണ്. നോമഡ് ഇതേപോലെ സർജി പോലെ തന്നെ കടന്നിട്ട് ബ്ലോക്ക് ഹോണിനെ ഡാമേജ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വെപ്പൺ കൊണ്ട് ബ്ലാസ്റ്റ് ചെയ്ത് കൊല്ലുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിലവിൽ ഭീഷണിയായിട്ടുള്ളത് ഗാർഡിയൻ, സർജ്, നോമഡ് തുടങ്ങിയ മെക്കുകൾ വളരെ ഭീഷണിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറയാനുള്ളൂ ഈ പറയുന്ന ബ്ലോക്ക് ഹോണിനെ കുറിച്ച്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓവർ ഡ്രൈവർ
എന്ന് പറയുന്ന വെപ്പണെ കുറിച്ച്. ഓവർ ഡ്രൈവർ ഒരു ലെജൻഡറി അസോൾട്ട് വെപ്പൺ. ഈ ഇവന്റിൽ 2 എനർജി കപ്പാസിറ്റിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഓവർ ഡ്രൈവർ 60, അതാണ് ഏറ്റവും ടോപ്പസ്റ്റ് സാധനം 60. പിന്നെ ഉള്ളത് ഓവർ ഡ്രൈവ് 8, ചെറിയ സാധനം. ആദ്യം നമുക്ക് ഓവർ ഡ്രൈവിന്റെ ഡാമേജ് നോക്കാം. ആദ്യം നമുക്ക് 16 നോക്കാം. 16 എന്ന് പറയുമ്പോൾ 1,44,692 ഡാമേജ് ആണ് ഓവർ ഡ്രൈവർ 16 ഉള്ളത്. പിന്നെ ഓവർ ഡ്രൈവർ 8 നോക്കുകയാണെങ്കിൽ 72,345 ഡാമേജ് ആണ് ഉള്ളത്. പിന്നെ ഈ വെപ്പന്റെ ഫയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 600 RPM ആണ്. പിന്നെ ഈ വെപ്പന്റെ ഒപ്റ്റിക്കൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 80 meters ആണ്. പിന്നെ മാക്സ് റേഞ്ച് എന്ന് പറയുമ്പോൾ 111 meters ആണ്. നല്ല റേഞ്ചുള്ള ഒരു അസോൾട്ട് വെപ്പണാണ്. എന്തായാലും ഫ്യൂഷൻ ഗണ്ണത്തെക്കാളും ഒക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റേഞ്ച് തന്നെ ഈ വെപ്പന് ഉണ്ട്. പിന്നെ ഈ വെപ്പന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാർക്കാണ് ഹോട്ട് ഷോട്ട് എന്നാണ് ഈ പാർക്കിന്റെ പേര്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചാർജ്ഡ് വെപ്പണാണ്. ഉദാഹരണം നമ്മുടെ പാർട്ടിക്കിൾ ബീം എന്ന വെപ്പൺ ഓർക്കുന്നത്. നമ്മുടെ പാർട്ടിക്കിളുകളുടെ ഏറ്റവും ന്യൂവസ്റ്റ് ബീം വെപ്പൺ. അപ്പോൾ ആ ന്യൂവസ്റ്റ് ബീം വെപ്പണിൽ നമുക്ക് കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ബീം ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് റൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 0 നിന്ന് 100 റൈസ് ചെയ്യും. അങ്ങനെ 100 എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു ബ്ലാസ്റ്റ് പോകുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയുള്ള ഒരു അസോൾട്ട് സ്റ്റൈൽ വെപ്പണാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചാർജ് കയറുന്നതായിരിക്കും. അത് 0 എന്നാണ് തുടങ്ങുക. 0 1 2 3 4 5 അങ്ങനെ 100 വരെ ആയിരിക്കും ഇത് പോവുക. എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ കാർ ഓടിക്കുക. കാർ ഓടിക്കുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ പുഷ് ചെയ്യുമ്പോഴാണ് വണ്ടി ഓവർ സ്പീഡിലോട്ട് പോകുന്നത്. സ്പീഡിലോട്ട് പോയി 50, 60, 70, 80, 90, 100 അങ്ങനെ പോകും. അങ്ങനെ ഇതൊരു ചാർജാണ്. ഈ ചാർജിൽ അത് പോകുന്ന സമയത്ത് വളരെ വേഗതയിൽ ഇതിങ്ങനെ കറങ്ങും. ഈ വെപ്പന്റെ ഇത് വേറോൾസ് ഉണ്ട്. വെപ്പൺ മിനിഗൺ പോലെ. ഇപ്പോൾ മിനിഗൺ പോലെ വേറോൾസ് ഉണ്ട്. അതിങ്ങനെ കറങ്ങി ഇത് കൂടുതൽ ഇതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉളച്ചിങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ ചാർജ് കൂടുമ്പോൾ ഓഫ്കോഴ്സ്ലി ടെമ്പറേച്ചർ കൂടുക. അങ്ങനെ ടെമ്പറേച്ചർ കൂടി അതാണ് 100 എത്തുമ്പോഴേക്കും ഒരു ചെറിയ ബ്ലാസ്റ്റ് നടക്കുന്നതായിരിക്കും. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മെക്കോ വെപ്പണോ ഒന്നും സംഭവിക്കത്തില്ല. ചെറിയൊരു ഷോക്ക് വേവ് പോലത്തെ ഒരു ചെറിയ ബ്ലാസ്റ്റ് ആണ്. അങ്ങനെ ഒരു സ്റ്റീം പോലത്തെ സംഭവം പോകുന്നതായിരിക്കും. അങ്ങനെ ആ ബ്ലാസ്റ്റിൽ ആണ് അത് കൂൾ ഡൗണിലോട്ട് പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെപ്പണാണ്. അങ്ങനെയാണ് കൂൾ ഡൗണിലോട്ട് പോകുന്നത്. കൂൾ ഡൗൺ എന്ന് പറയുമ്പോൾ 5 സെക്കൻഡ് ആണ് കൂൾ ഡൗൺ. എൻ്റെ പോലെ 5 സെക്കൻഡേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നൈസ് വെപ്പൺ, അടിപൊളി വെപ്പണാണ്. ഇതിപ്പം 8-ലും 16-ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ മിനി ഗണ്ണെ പോലെ മറ്റൊരു അസോൾട്ട് വെപ്പൺ വന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ വെപ്പണെ പറ്റി പറയാനുള്ളത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സെവാൻഡ് എന്ന വെപ്പണെ കുറിച്ചാണ് പറയുന്നത്. സെവാൻഡ് ഒരു ലെജൻഡറി ഗൈഡഡ് വെപ്പണാണ്. ഈ വെപ്പൺ ഇപ്പോൾ സെവാൻഡ് 6 നമുക്ക് പറയാം. 6ന്റെ ഡാമേജിനെ കുറിച്ച് ഫസ്റ്റ് പറയാം. 18,000 ഡാമേജ് ആണ് ഉള്ളത്. പിന്നെ നമ്മുടെ സെവാൻഡ് 12 എന്ന് പറഞ്ഞാൽ ഇതിന് 37,410 ഡാമേജ് ആണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ റീലോഡ് എന്ന് പറഞ്ഞാൽ 7 seconds ആണ്. പിന്നെ ഇതിൻ്റെ ഒപ്റ്റിക്കൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 80 meters ആണ് ഗൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് ശകലം കുറവാണ് കേട്ടോ. നമ്മൾ ഹീലിക്സ് റാക്കിനെക്കാളും കുറവായിരിക്കും. അത് ശരി, എന്തായാലും ഹീലിക്സ് റാക്കിനെക്കാളും കുറവാണ്. ജാവലിൻ 60 meters, മറ്റത് 90. ഇപ്പോൾ ജാവലിൻ റാക്കിനെക്കാളും ബെറ്റർ റേഞ്ച് ഉണ്ട്. പക്ഷേ ഹീലിക്സ് റാക്കിനെക്കാളും റേഞ്ച് കുറവാണ്. ഇതും ടാർഗറ്റ് ലോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ പാർക്കിനെ പറ്റി നമുക്ക് പറയുന്നത്. ട്രിപ്പിൾ ത്രെറ്റ് എന്ന് പറഞ്ഞു. ഈ വെപ്പണിൻ്റെ പ്രത്യേകതയാണ് ഈ വെപ്പണ് 3 ടാർഗറ്റ് ലോക്ക് ചെയ്യും. 3 മെക്കുകളെ ടാർഗറ്റ് ലോക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് 1 അല്ല 2 അല്ല 3 ടാർഗറ്റ് ലോക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് മിസൈൽസ് പോകുന്നതായി. ആ മിസൈൽസ് പോയിട്ട് മെക്കിലിടിക്കുകയും മെക്കുകളെ സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ട്രിപ്പിൾ ത്രെറ്റ് എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാവലിന് ഹീലിക്സ് റോക്ക് ഓർമ്മയുണ്ടോ? അതേപോലെയുള്ള ടാർഗറ്റ് ലോക്കാണ്. പക്ഷെ ഈ വെപ്പണും വേറൊരു കാര്യം, നമ്മുടെ ജാവലിൻ പോലെ ഹീലിക്സ് റോക്ക് പോലെ പേടിക്കാതെ നമുക്ക് കളിക്കാം. ഈ ട്രിപ്പിൾ ത്രെറ്റിൻ്റെ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡാമേജ് മെക്കിൻ്റെ മുട്ടിച്ച് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ സാധനം ഒരു ഡിസ്ക് ലോഞ്ചറും പിന്നെ നമ്മുടെ ജാവലിൻ അല്ലെങ്കിൽ ഹീലിക്സ് റാക്ക് ഗൈഡ് വെപ്പണും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു വെപ്പണാണ്.
എന്ന് പറഞ്ഞാൽ ഡിസ്ക് ലോഞ്ചറിന്റെ അത്രയും ബെറ്റർ ഒന്നുമല്ല, അത് ഉറപ്പാണ് കേട്ടോ. ഡിസ്ക് ലോഞ്ചർ ഈസ് ബെറ്റർ. പക്ഷെ എന്നാലും സ്റ്റിൽ ഇവിടെ ജാവലിനെക്കാളും ഹീലിക്സിനെക്കാളും വളരെ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു ഗൈഡഡ് വെപ്പൺ തന്നെയാണ്. ഇതിന് നേരെ പോയി മെക്കിനറ്റ് ഇപ്പോൾ സ്ട്രെയിറ്റിലും പോവും, ഇത് നമ്മുടെ ഗൈഡഡ് വെപ്പൺ പോലെ പോവുകയും ചെയ്യും. വളരെ ഗംഭീര വെപ്പൺ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ വെപ്പണെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇവൻ്റായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ മെക്കുകൾക്കും ഫ്രീഡം ഗാർഡ് എന്ന് പറഞ്ഞൊരു എപ്പിക് സ്കിന്നും മെക്കഡീനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഡെർബി ഇവൻറ്റ്സ് ഉണ്ട്, നമ്മുടെ ന്യൂവസ്റ്റ് ഡെർബിയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ അതർ ഇവൻറ്റ്സ് ഉണ്ട്. അതർ ഇവൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ റീസേർച്ച് പ്ലേ ഓഫ് ഇവൻ്റ് ഉണ്ട്. ഇവൻറ്റിൽ കിട്ടുന്ന പിന്നെ നിങ്ങൾക്ക് ഒരു ഗാഡ് ലൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ കുറച്ച് ഇവൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ സ്വന്തം NK Gaming വരുന്നതായിരിക്കും.